ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് കടന്നു വരേണ്ട ദൈവാനുഗ്രഹങ്ങൾക്ക് നമ്മൾ തന്നെ തടസ്സം നിൽക്കുന്നവരായിട്ട് മാറാതിരിക്കുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ഈ ചേട്ടൻ പങ്കുവച്ച കാര്യമാണ്. ഈ ചേട്ടൻ മദ്യപാനിയായിരുന്നു. കടബാധ്യതയിലൂടെയും ഒത്തിരി പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഈ മദ്യപാനത്തിലേക്കൊക്കെ കടന്നു വരുവാനും കാരണം എൻ്റെ പൂർവികരാണ്. എൻ്റെ പൂർവികരൊക്കെ മദ്യപിക്കുന്നവരായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും പലരുടെ അടുക്കൽ പോയപ്പോഴും അവരൊക്കെ പറഞ്ഞു, നിങ്ങളുടെ പൂർവികർ കാരണമാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞു. ശരിക്കും മരിച്ച് പോയി ഈശോയുടെ കൂടെയായിരിക്കുന്ന ആ പൂർവികരൊക്കെ ഇത് കേട്ടിരുന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ഒരിക്കലും ചേട്ടൻ അത് വിശ്വസിക്കരുത്, അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അതങ്ങോട്ട് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. ഞാനപ്പോൾ ഈ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ ഫാദർ പുകവലിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഞാനൊരിക്കലും ഒരു പുകവലിക്കാരനായിട്ടും ആയി മാറിയില്ലല്ലോ എന്ന് ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടന് ചെറിയൊരു വിശ്വാസമൊക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തില് പിതാവായ ദൈവം തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന മരത്തിന്റെ പഴം ഭക്ഷിക്കരുത് എന്ന് ആദത്തോടും ഹവ്വായോടും പറഞ്ഞു. എന്നാൽ സർപ്പം ഇവരെ വഞ്ചിച്ച് ഇവർ പഴം ഭക്ഷിച്ചു. അതിനുശേഷം പിതാവായ ദൈവം ആദത്തെയും ഹവ്വായെയും വിളിക്കുമ്പോൾ പിതാവായ ദൈവം ആദത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആദം പിതാവായ ദൈവത്തോട് പറയുന്നുണ്ട്, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ പഴം പറിച്ചു തന്നു, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ തെറ്റുകാരനായി മാറിയത് പിതാവായ ദൈവമായി. എന്നാൽ അതേസമയം പിതാവായ ദൈവത്തോട് പറയായിരുന്നു, പിതാവായ ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോവുകയോ ഇങ്ങനെ നമ്മുടെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി ഒരിക്കലും വരികയില്ലായിരുന്നു. പക്ഷെ എന്നാൽ അവിടെ ആദ്യം നിന്ന് പഴി പറഞ്ഞു, അത് പിതാവായ ദൈവം കാരണമാണ്, പിതാവായ ദൈവം എനിക്ക് കൂട്ടിന് നിന്ന സ്ത്രീ കാരണമാണ് എന്ന് പഴി പറഞ്ഞു. പ്രിയപ്പെട്ടവരെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ പറയും പൂർവികര് കാരണമാണ്, അല്ലെങ്കിൽ അവര് കാരണമാണ്, ഇവര് കാരണമാണ് എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരേണ്ട ദൈവാനുഗ്രഹങ്ങൾ നമ്മൾ തന്നെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ കുരിശിൽ കിടക്കുമ്പോൾ ഈശോയുടെ കൂടെ കുരിശിൽ കിടന്ന നല്ല കള്ളൻ ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ, അങ്ങ് പർദീസായിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. അപ്പോൾ ഈശോ ഈ നല്ല കള്ളനോട് ഒരിക്കലും പറയുന്നില്ല, നിന്റെ 5ാമത്തെ തലമുറയിലുള്ള വലിയ കള്ളൻ ആയിരുന്നു, അതുകൊണ്ട് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റത്തൊന്നുമില്ല എന്നൊരിക്കലും ഈശോ പറഞ്ഞില്ല. ഈശോ ആ നല്ല കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിൽ ആയിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഈശോയുടെ ആ ഒരു സ്നേഹം അനുഭവിച്ചറിയുവാൻ വചനത്തിലൂടെയും പരിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ഈശോയോട് ഒട്ടിച്ചേർന്നൊരു ജീവിതം നയിക്കുന്നവരായിട്ട് മാറുവാൻ, പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിരാശയിലേക്ക് കടത്തിവിടുന്ന സന്ദേശങ്ങളോ അല്ലെങ്കിൽ പൂർവികര് കാരണമാണ്, അവര് കാരണമാണ്, ഇവര് കാരണമാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി ഇറക്കി വിട്ടുകൊണ്ട് ഈശോയെ സ്നേഹിക്കുവാൻ, ഈശോയുടെ വചനത്തെ ധ്യാനിക്കുവാൻ, ഈശോയുടെ ശരീരം പരിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിച്ച് ഈശോയുമായി ഒട്ടിച്ചേർന്ന് ഈശോയുടെ പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് ജീവിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.